ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ഒരു രസമാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ. ആദ്യം തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ഇതൾ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതക്കണേ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ഫൈനായി പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ വേണം നമ്മൾ ചതച്ചെടുക്കാൻ. ഇപ്പോൾ ആ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അത് കരിഞ്ഞു പോകാതിരിക്കാൻ ചെറിയ തീയിൽ വെക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴട്ടിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടുത്തം കറിവേപ്പിലയും കൂടെ. കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, അപ്പോൾ കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഒരു പിടുത്തം ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷേ ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കണേ. ഇപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് വാടി വരുന്നവരെ നന്നായിട്ട് വഴട്ടിയെടുക്കണം. ഇത് വെന്ത് കുഴഞ്ഞു വരുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വാടിയാൽ മതിയേ. ഇപ്പോൾ തക്കാളി ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. അത് പക്ഷേ ഫൈനായിട്ട് പൊടിച്ചതല്ല, നന്നായിട്ട് ചതച്ചെടുത്ത കുരുമുളകാണ്. അത് 1 ടീസ്പൂൺ നമ്മളിതാ ഈ പരുവത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴട്ടിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് വേണം 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1 പിടുത്തം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് രസത്തിന് ശരിക്കും രസത്തിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത്. ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ ചെറിയ തീയിൽ വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കായവും പുളിയും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് മിക്സായിട്ട് നല്ല സൂപ്പർ സ്മെല്ലാണ് ഈ സമയത്ത് വരുന്നത്. സദ്യക്കൊക്കെ ഒഴിവാക്കാനാവാത്ത ഒരു ഐറ്റമാണ് രസം. ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്